ഗസയിൽ 8 മാസമായി ഇസ്രായേൽ നടത്തുന്ന നരഹത്യ സംബന്ധിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച വംശഹത്യാ കേസിൽ കക്ഷി ചേരാൻ സ്പെയിൻ. ഗസയിലെ ഫലസ്തീനികളോട് ഇസ്രായേൽ ചെയ്യുന്നത് യുഎന്നിന്റെ വംശഹത്യാ കൺവെൻഷൻ ഉടമ്പടികളുടെ നഗ്നമായ ലംഘനമാണെന്നും തടയണമെന്നും ആവശ്യപ്പെട്ടാണ് ലോക കോടതിയിൽ ദക്ഷിണാഫ്രിക്ക പരാതി നൽകിയത്. സ്പെയിൻ വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാരസാണ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്രായേലിന്റെ സൈനിക നടപടിയുടെ പശ്ചാത്തലത്തിൽ കേസിൽ പങ്കാളിയാവാൻ തീരുമാനിച്ചതായി അദ്ദേഹം പറഞ്ഞു. സംഘർഷം പശ്ചിമേഷ്യയിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ആശങ്കയോടെ കാണുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം. യുദ്ധത്തിന് അന്ത്യം കുറിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം. ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ ചർച്ചകൾ പുരോഗമിക്കണമെന്നും അൽബാരസ് പറഞ്ഞു. ഗസ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് സ്പെയിൻ. ഒരാഴ്ച മുമ്പാണ് നോർവേ, അയർലൻഡ്, സ്പെയിൻ എന്നിവർ ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചത്. ഇസ്രായേലിൻ്റേത് ഭീകരപ്രവർത്തനമാണെന്നും അംബാസഡർമാരെ പിൻവലിക്കുകയാണെന്നും അവർ അറിയിച്ചിരുന്നു. ഫലസ്തീനെ അംഗീകരിച്ചതിനു പിന്നാലെ ജെറുസലേമിലെ സ്പാനിഷ് കോൺസുലേറ്റിനുമേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു. കോൺസുലേറ്റ് ജീവനക്കാരും ഫലസ്തീൻ അതോറിറ്റി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള നയതന്ത്ര ഇടപാടുകൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഇസ്രായേൽ പ്രസ്താവിച്ചിരുന്നു. എന്നാൽ നിയന്ത്രണങ്ങളെ തള്ളി സ്പെയിൻ തന്നെ രംഗത്തെത്തി. ഇതിനു പിന്നാലെയാണ് കേസിൽ പങ്കുചേരാനുള്ള തീരുമാനം. കഴിഞ്ഞ ജനുവരിയിലാണ് വംശഹത്യാ കുറ്റങ്ങൾ ആരോപിച്ച് ICJയിൽ ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക പരാതി നൽകിയത്. കേസിൽ അന്തിമവിധിക്ക് വർഷങ്ങളെടുക്കും. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. Waytonikah.com, the exclusive Muslim matrimonial site.